എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ത്രികോണത്തെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രികോണത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണുന്നത് എങ്ങനെ എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വിസ്തീർണം എന്നതിന് മലയാളത്തിൽ മറ്റൊരു വാക്ക് കൂടി പറയാറുണ്ട്, പരപ്പളവ്. പരപ്പളവ്, വിസ്തീർണം എന്നൊക്കെ പറഞ്ഞാൽ ഒരേ കാര്യം തന്നെയാണ്. ഇംഗ്ലീഷിൽ അതിന് ഏരിയ എന്ന് പറയും. നമ്മൾ ഒരുപാട് പലതരത്തിലുള്ള ത്രികോണങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ. സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, വിഷമഭുജ ത്രികോണം ഒക്കെ പഠിച്ചല്ലോ. അവയുടെയൊക്കെ വിസ്തീർണം കണ്ടുപിടിക്കാൻ പ്രത്യേകം സൂത്രവാക്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം പറയുന്നത്, ഏതൊരു ത്രികോണത്തിൻ്റെയും വിസ്തീർണം കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് വിവരങ്ങൾ നമുക്ക് കിട്ടിയാൽ മതി. രണ്ട് അളവുകൾ നമുക്ക് കിട്ടിയാൽ ഏത് ത്രികോണത്തിൻ്റെയും വിസ്തീർണം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് സംബന്ധമായിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. നമുക്കൊരു ചോദ്യം നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ പാദം 5 സെന്റിമീറ്ററും ഉന്നതി 10 സെന്റിമീറ്ററും ആയാൽ അതിൻ്റെ വിസ്തീർണം എത്രയാണ്? ഒരു ത്രികോണത്തിൻ്റെ, അഥവാ ഏത് തരം ത്രികോണമാവാം, സമഭുജമാവാം, സമപാർശ്വമാവാം, ഇനി വിഷമഭുജമാവാം, ഏത് തരം ത്രികോണമായിരുന്നാലും പ്രശ്നമല്ല. ഒരു ത്രികോണത്തിൻ്റെ പാദം 5 സെന്റിമീറ്റർ, ഉന്നതി 10 സെന്റിമീറ്റർ ആയാൽ അതിൻ്റെ വിസ്തീർണം എത്രയാണ്? ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ട് അളവുകളെ കുറിച്ച് ഒന്നുകൂടി നോക്കാം. പാദം 5 സെന്റിമീറ്റർ, ഉന്നതി 10 സെന്റിമീറ്റർ. ഈ പാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികോണത്തിന് 3 വശങ്ങളുണ്ടല്ലോ. ഇതിൽ ഈ അടിയിൽ കിടക്കുന്ന ഈ ഭാഗത്തെയാണ് പാദം എന്ന് പറയുന്നത്. പാദം, ഇംഗ്ലീഷ് അതിന് ബേസ് എന്നാണ് പറയുക. അത് 5 സെന്റിമീറ്റർ ആണ് എന്നാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. ഉന്നതി 10 സെന്റിമീറ്റർ ആണ് എന്നും ചോദ്യത്തിലുണ്ട്. ഉന്നതി എന്ന് പറഞ്ഞാൽ ഈ പാദത്തിന്റെ അഥവാ ബേസിന്റെ ഒത്ത നടുവിൽ നിന്ന് നേരെ മുകളിലേക്ക് ഈ രണ്ട് വരകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിലേക്ക് വരക്കുന്ന നേരെയുള്ള രേഖയാണ് ഉന്നതി അഥവാ ഹൈറ്റ്. ആ ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ് എന്ന് നമ്മുടെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബേസും കൊടുത്തിട്ടുണ്ട്, ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. ബേസ് അഥവാ പാദം 5 സെന്റിമീറ്റർ ആണ്, ഉന്നതി 10 സെന്റിമീറ്റർ ആണ്. ഈ രണ്ട് അളവുകൾ കിട്ടിയാൽ നമുക്ക് ഏതൊരു ത്രികോണത്തിൻ്റെയും വിസ്തീർണം അഥവാ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യം എന്താണ് എന്ന് നോക്കാം. ആ സൂത്രവാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു. കണ്ടില്ലേ? 1/2 BH, 1/2 BH. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്നാൽ ഈ ബേസ് ആണ്, പാദം. ബേസ് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരമായ ബി എഴുതിയിരിക്കുന്നു. എച്ച് എന്നത് ഉന്നതി, ഹൈറ്റ് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരമായ എച്ച്. അതായത് ഈ ബേസിനെയും ഹൈറ്റിനെയും തമ്മിൽ ഗുണിച്ച് 2 കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ വിസ്തീർണം കിട്ടും. ഈ 1/2 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുക എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി, 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ചെയ്തു നോക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യുക? ഒരു ത്രികോണത്തിൻ്റെ പാദം 5 സെന്റിമീറ്റർ അഥവാ ബേസ് 5 സെന്റിമീറ്റർ ആണ്, ഉന്നതി 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ വിസ്തീർണം എങ്ങനെ കാണും? ഈ അര BH അഥവാ 1/2 BH എന്ന സൂത്രവാക്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1/2. ബി എത്രയാണ്? ബി 5 ആണ്. പിന്നെ എച്ച് എത്രയാണ്? ഉന്നതി എത്രയാണ്? 10 ആണ്. യെസ്, ഇങ്ങനെ എഴുതാം. 1/2 ഇൻറ്റു 5 ഇൻറ്റു 10. ഈ 2നെയും ഈ 10നെയും നമുക്ക് വെട്ടാമല്ലോ. അപ്പോൾ 2നെ വെട്ടി, അപ്പോൾ ഒരു 2 ആണ്. ഇവിടെ 5 2 ഉണ്ടാവുക. പിന്നെ ഈ 5നെയും ഈ 5നെയും ഗുണിച്ചാൽ 25 എന്ന് കിട്ടും. യെസ്, 25 എന്ന് ഈ ഓപ്ഷനിലുണ്ടോ? ഏത് ഓപ്ഷനിലാണുള്ളത്? ബി എന്ന ഓപ്ഷനിൽ കാണാം. 25 ചതുരശ്ര സെന്റിമീറ്റർ. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഈ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടെത്താം. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ ഏത് ത്രികോണമാണെങ്കിലും, സമപാർശ്വമോ സമഭുജമോ വിഷമഭുജോ ഏതായിരുന്നാലും ശരി, ഈ രണ്ട് വിവരങ്ങൾ കിട്ടിയാൽ
അതിൻ്റെ പാദം അഥവാ അതിൻ്റെ ബേസിൻ്റെ അളവ് എത്രയാണ്, അതിൻ്റെ ഹൈറ്റ് അഥവാ അതിൻ്റെ ഉന്നതിയുടെ അളവ് എത്രയാണ്, അത് രണ്ടും കിട്ടിയാൽ നമുക്ക് ഏതൊരു ത്രികോണത്തിൻ്റെയും വിസ്തീർണം അഥവാ ഏരിയ എളുപ്പം കണ്ടുപിടിക്കാം ഈ ഒരു സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട്. 1/2 BH നോട്ട് ചെയ്തു വെക്കുക. അപ്പോൾ രണ്ട് അളവുകൾ വെച്ചുകൊണ്ട് ഈ ത്രികോണത്തിന്റെ വിസ്തീർണം നമ്മൾ കണ്ടുപിടിച്ചു. ഒന്ന് ബേസ്, മറ്റൊന്ന് ഹൈറ്റ്. ഈ രണ്ട് അളവുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് രണ്ടും കിട്ടിയാൽ നമുക്ക് ഏതൊരു ത്രികോണത്തിന്റെയും വിസ്തീർണം കണ്ടുപിടിക്കാം. വിസ്തീർണത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ചില കേട്ടറ്റ് പരീക്ഷകളിൽ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതെങ്ങനെയാണ് ഒരു ത്രികോണത്തിന്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കുക? മറ്റ് അളവുകൾ തന്നാൽ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ തരം ത്രികോണത്തിനും വ്യത്യസ്ത രൂപത്തിലാണ് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഒരു സമഭുജ ത്രികോണമാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഉന്നതി കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആയാൽ ഉന്നതി എത്രയാണ്? അപ്പൊ ഉന്നതി കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നിരവധി മത്സര പരീക്ഷകളിൽ ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്, കേട്ടറ്റിലും വരും. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് സമഭുജ ത്രികോണത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ 3 വശവും തുല്യമായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വശത്തിന്റെ അളവ് പറഞ്ഞാൽ മതി, 3 വശത്തിനും അതേ അളവാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആയാൽ ഉന്നതി എത്രയാണ്? അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഒരു സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യമാണ് ഇത്. √3/2a. √3/2 ശേഷം a എന്നത് ഒരു സൈഡിന്റെ നീളമാണ്. അതേ നീളമായിരിക്കല്ലോ സമഭുജ ത്രികോണത്തിന്റെ 3 വശത്തിനും ഉണ്ടാവുക. അപ്പോൾ 10 സെന്റിമീറ്റർ എന്നാണ് ആ അളവ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ 2നെയും ഈ 10നെയും നമുക്ക് വെട്ടാം. അപ്പോൾ എത്ര ഉണ്ടാവും? 5. 5 2 10. ഇനി 5ഉം √3 ആണ് ഉള്ളത്. അപ്പോൾ 5√3 ഇങ്ങനെയാണ് ഉത്തരം കിട്ടുക. 5√3 എന്ന് എവിടെയുള്ളത്? ബി എന്ന ഓപ്ഷനിലാണുള്ളത്. അപ്പോൾ സമഭുജ ത്രികോണത്തിന്റെ ഹൈറ്റ്, അതിന്റെ ഉന്നതി കണ്ടുപിടിക്കാൻ ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. √3/2 × a. ഇനി നമുക്ക് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. 2019 നവംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യമാണ്. ഇവിടെ ഒരു ത്രികോണത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ത്രികോണം ABCയിൽ AB = AC = 10 സെന്റിമീറ്റർ. BCയുടെ മധ്യബിന്ദുവാണ് M. BC 12 സെന്റിമീറ്റർ ആയാൽ AM-ന്റെ നീളം എന്ത്? AM-ന്റെ നീളാക്കാണ്ട് AM എന്ന് പറഞ്ഞാൽ ഇതാണ്. അഥവാ അതിനെന്താ പറയാ? അതിനെയാണ് ഹൈറ്റ് അഥവാ ഉന്നതി എന്ന് പറയുന്നത്. അപ്പൊ ഉന്നതി കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് ഇത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. ഇതൊരു സമഭുജ ത്രികോണമാണോ? സമഭുജം എന്ന് പറഞ്ഞാൽ 3 വശവും തുല്യമായിരിക്കും. അങ്ങനെയാണോ? ഇവിടെ AB-യും AC-യും തുല്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അഥവാ AB-യും AC-യും തുല്യമാണ്, അത് 10 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ BC എത്രയാണ്? BC അഥവാ ഈ ബേസ് BC അത് 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ 3 വശവും തുല്യമല്ല, 2 വശം മാത്രമേ തുല്യമുള്ളൂ. AB-യും AC-യും തുല്യമാണ്, പക്ഷെ ഇത് അതേ അളവല്ല, ഇത് 12 ആണ്. അപ്പൊ ഇത് ഏത് തരം ത്രികോണമാണ്? ഇത് സമഭുജ ത്രികോണമല്ല, ഇത് സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ ഹൈറ്റ് എങ്ങനെ കാണാം, അതിന്റെ ഉന്നതി എങ്ങനെ കാണാം എന്നതിന്റെ സൂത്രവാക്യമാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. സമപാർശ്വ ത്രികോണത്തിന്റെ ഉന്നതി എങ്ങനെ കാണാം, അതിന് മറ്റൊരു സൂത്രവാക്യമുണ്ട്, അത് നോക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സൂത്രവാക്യമാണ് ഇതാ ഇവിടെ ഈ സൈഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. കണ്ടില്ലേ എല്ലാവരും? √a² - b² / 4. ഈ സൂത്രവാക്യമാണ് ഉപയോഗിക്കേണ്ടത്. a² - b² / 4. ഇവിടെ a b എന്നുണ്ടല്ലോ. എന്താണ് a? a എന്ന് പറഞ്ഞാൽ ഈ വശവും ഈ വശവും രണ്ടും തുല്യമാണല്ലോ. ഇവിടെ രണ്ടും 10 ആണ്. അത് രണ്ടും തുല്യമായിരിക്കും. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഈ 2 ഭാഗവും തുല്യമായിരിക്കും. അതാണ് a എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. b എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബേസ് ആണ്, പാദം.
ഓക്കെ, ഇവയുടെ സ്ക്വയറുകളാണ് നമ്മൾ ഇതിൽ പ്രയോഗിക്കുന്നത്. ഈ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കണക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഏതാണ്, എത്രയാണ്, 10 അല്ലേ, ഇവിടെ കാണാം 10 ആണ്. അത് ഇവിടെയും കൊടുത്തിരിക്കും ചോദ്യത്തിൽ 10 എന്ന് കാണാം. അപ്പോൾ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10ന്റെ സ്ക്വയർ നമുക്കറിയാം 100 ആണ്. 10 × 10 100 മൈനസ് ബി സ്ക്വയർ, ബി എത്രയാണ്, ഇതാ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 12 സെന്റിമീറ്റർ ആണ്. 12ന്റെ സ്ക്വയർ എത്രയാണ്, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, 144 ആണ്. ബൈ 4. യെസ്, ഇത് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും, 4നെയും 144നെയും തമ്മിൽ വെട്ടിയാൽ എത്ര കിട്ടുക, 4 കൊണ്ട് 144നെ ഹരിച്ചാൽ 36 എന്നാണ് കിട്ടുക, 36. അപ്പം 100 മൈനസ് 36 എത്രയുണ്ടാകും, അത് 64 ഉണ്ടാവുക. 64 റൂട്ട് ഓഫ് 64. 64ന്റെ റൂട്ട് എത്രയാണ്, 8 ആണ് അല്ലേ. 8 × 8 അഥവാ 8 64 എന്നല്ലേ. അപ്പൊ 64ന്റെ റൂട്ട് 8 ആണ്. അപ്പൊ 8 എന്നതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടാവുക. അപ്പൊ ആ ചോദ്യത്തിൽ നമുക്കവിടെ എ എന്ന ഓപ്ഷനിൽ 8 എന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഏതൊരു ത്രികോണത്തിന്റെയും വിസ്തീർണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രവാക്യമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്, 1/2 BH. ഇനി നമ്മൾ ഓരോ തരത്തിലുള്ള ത്രികോണങ്ങൾ നോക്കാം. ആദ്യം മട്ടത്രികോണം. മട്ടത്രികോണത്തിന്റെ വിസ്തീർണം അഥവാ പരപ്പളവ്, ഏരിയ എങ്ങനെയാണ് കാണുക എന്ന് നോക്കാം. അതിന് നമ്മൾ ഇതേ സൂത്രവാക്യം തന്നെയാണ് ഉപയോഗിക്കുക, 1/2 BH. ഇതേ സൂത്രവാക്യം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർക്കുക. ഏതൊരു ത്രികോണത്തിന്റെയും വിസ്തീർണം കാണാൻ 1/2 BH എന്ന സൂത്രവാക്യം ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസ്, പാദം. ഇത് ആണ് എന്ത്, എച്ച് അഥവാ ഉന്നതി. ഉന്നതി വരച്ചത് എങ്ങനെയാണ്, ഈ ബേസിന്റെ ഒത്ത നടുവിൽ നിന്ന് നേരെ മുകളിലേക്ക് പോയി ഈ 2 വരകളും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന്റെ ഒത്ത നടുവിൽ അല്ലെ, അങ്ങനെയാണ് ഇത് വരച്ചിരിക്കുന്നത്. ബേസിന്റെ ഒത്ത നടുവിൽ നിന്നാണ് വരയ്ക്കുന്നത്, പാദത്തിന്റെ ഒത്ത നടുവിൽ നിന്ന്. പക്ഷെ നമ്മൾ ഇവിടേക്ക് നോക്കൂ നിങ്ങൾ, ഇതൊരു മട്ടത്രികോണമാണല്ലോ. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. ആ കോൺ ഈ കോണാണ്. അതിന്റെ പാദമാണിത് അഥവാ ബേസ് ആണ് ഇത്. എന്നാൽ ഈ മട്ടത്രികോണത്തിന്റെ ഉന്നതി അഥവാ ഹൈറ്റ് എച്ച് എവിടെയാണ്, പാദത്തിന്റെ ഒത്ത നടുവിൽ നിന്നല്ലേ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാദത്തിന്റെ ഒത്ത നടുവിൽ നിന്ന് വരച്ചാൽ എവിടെ പോയി എത്തും, അത് 2 വരകളും സന്ധിക്കുന്നിടത്ത് എത്തുവോ, ഇല്ല, ഇവിടേക്കാണ് ചെന്നെത്തുക. അതുകൊണ്ട് തന്നെ മട്ടത്രികോണത്തിന്റെ ഉന്നതി അഥവാ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ്, ഈ സൈഡിനെ തന്നെയാണ് മട്ടത്രികോണത്തിന്റെ ഉന്നതി എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് ലംബം. ലംബം എന്ന് പറഞ്ഞാൽ മട്ടത്രികോണത്തിന്റെ ഈ ഉന്നതിയെ ആണ് ലംബം എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലംബം എന്നോ ഉന്നതി എന്നൊക്കെ പരീക്ഷയിൽ ചോദ്യത്തിൽ വരാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇത് എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മട്ടത്രികോണത്തിന്റെ ലംബത്തെ അഥവാ ഈ സൈഡിനെ ഹൈറ്റ് എന്ന് അഥവാ ഉന്നതി എന്നും പറയാറുണ്ട്. ഇനി നമുക്കൊരു ചോദ്യം ചെയ്തു നോക്കാം. ഒരു മട്ടത്രികോണത്തിലെ പാദം 20 സെന്റിമീറ്റർ, ലംബം 15 സെന്റിമീറ്റർ, വിസ്തീർണം എത്രയാണ്? അപ്പോൾ മട്ടത്രികോണത്തിന്റെ പാദം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ലംബം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം അല്ലേ, ഇത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും കിട്ടിയാൽ നമുക്ക് ഇത് ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഏത് ഈ സൂത്രവാക്യം ഉപയോഗിക്കേണ്ടത്, 1/2 BH ഈ സൂത്രവാക്യമാണ് ഉപയോഗിക്കേണ്ടത്. BH എന്ന് പറഞ്ഞാൽ B × H എന്നാണ് കേട്ടോ. അപ്പോൾ 1/2 B എത്രയാണെന്നോ, ബേസ് പാദം എത്രയാണ്, അത് 20 സെന്റിമീറ്റർ ആണ്. യെസ്, അത് നമ്മൾ എഴുതി. പിന്നെ H ആണ് എഴുതേണ്ടത്, അഥവാ ഇതിന്റെ ലംബം. മട്ടത്രികോണത്തിൽ അവിടെ ലംബം എന്നാണല്ലോ പറയാ, അത് 15 ആണ്. യെസ്, ഇത്രയും വിവരങ്ങൾ മതി ഇതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് ഇതിനെ ചെയ്തു നോക്കാം. ഈ 2നെയും ഈ 20നെയും നമുക്ക് വെട്ടാമല്ലോ. 20ൽ എത്ര 2 ഉണ്ട്, 10 2 ഉണ്ട്. അപ്പൊ 10 × 15 ആണ്.
10x15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ആണ്. അപ്പം 150 എന്നാണ് ഉത്തരം കിട്ടുക. അത് ഏത് ഓപ്ഷനിലാണ് ഉള്ളത്? ബി എന്ന ഓപ്ഷനിലാണുള്ളത്. 150 സെന്റിമീറ്റർ സ്ക്വയർ. ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇനി ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. 2019 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യമാണ്. ഇവിടെ ഒരു ത്രികോണം കൊടുത്തിരിക്കുന്നു. ചിത്രത്തിൽ ബി സി 5 സെന്റിമീറ്റർ, ബി സി എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ഇത് 5 സെന്റിമീറ്റർ ആണ്. എ സി 13 സെന്റിമീറ്റർ, എ സി എന്ന് പറഞ്ഞാൽ ഇത് 13 സെന്റിമീറ്റർ ആണ്. കോൺ ബി 90 ഡിഗ്രി, അഥവാ ബി എന്ന ഈ കോണ് 90 ഡിഗ്രി ആണ്. ആയാൽ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് എത്രയാണ്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെയാണ് വിസ്തീർണം. ഇംഗ്ലീഷിൽ അതിനാണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ത്രികോണത്തിന്റെ ഏരിയ, വിസ്തീർണം, പരപ്പളവ് അതാണ് കാണേണ്ടത്. അപ്പൊ എന്തെല്ലാം വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. എ സി 13 സെന്റിമീറ്റർ, ഈ വശത്തിന്റെ നീളം കൊടുത്തു 13 സെന്റിമീറ്റർ ആണ്. ബി സി അഥവാ ഈ ഭാഗത്തിൻ്റെത് കൊടുത്തിരിക്കുന്നു 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ വിസ്തീർണം എങ്ങനെ കാണും? അപ്പൊ ഇതൊരു മട്ട ത്രികോണമാണ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. കാരണം ഒരു കോണ് 90 ഡിഗ്രിയാണ്, അഥവാ ഈ കോൺ, ഇവിടെയുള്ള ഈ കോണ് 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു മട്ട ത്രികോണമാണ്. മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം, പരപ്പളവ്, ഏരിയ എങ്ങനെയാ കാണുന്നത്? 1/2 ബി എച്ച്. ബി എന്ന് പറഞ്ഞാൽ ഏതാണ് ഭാഗം? ഈ ഭാഗത്തെയാണ് ബി എന്ന് പറയുന്നത്. എച്ച് എന്നാലോ? എച്ച് എന്നാൽ ഈ ഭാഗമാണ്, ഇതിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ എച്ചിന്റെ അഥവാ ഈ ഭാഗത്തിന്റെ അളവ് കൊടുത്തിട്ടില്ല. ഈ വശത്തിന്റെയും ഈ വശത്തിന്റെയും അളവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഈ എച്ച് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ വളരെ പ്രശസ്തമായ ഒരു സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യത്തെ പൈത്തഗോറസ് നിയമം എന്നാണ് പറയാ. പൈത്തഗോറസ് നിയമം. അത് പറയുന്നതിന് മുമ്പ് ഈ ത്രികോണത്തിലേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. ഈ ഭാഗത്തെ പാദം എന്നാണ് പറയാ, ഈ ഭാഗത്തെ ലംബം എന്നാണ് പറയാ, അത് നമ്മൾ പഠിച്ചതാണ്. ഈ മൂന്നാമത്തെ ഭാഗത്തെ കർണം എന്നാണ് പറയാ, കർണം. അപ്പൊ ഈ കർണത്തിന്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സൂത്രവാക്യമാണ് യഥാർത്ഥത്തിൽ പൈത്തഗോറസ് നിയമം. പൈത്തഗോറസ് നിയമം ഇങ്ങനെയാണ്. കർണം എങ്ങനെ കണ്ടുപിടിക്കാം? കർണം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം സ്ക്വയറും ലംബം സ്ക്വയറും പരസ്പരം കൂട്ടിയിട്ട് അതിന്റെ റൂട്ട്, അതാണ് കർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. ഇതിൽ നിന്ന് പാദം എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള സൂത്രവാക്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാദം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ലംബം എങ്ങനെ കണ്ടുപിടിക്കാം? ലംബം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അപ്പൊ ഇത് തീർച്ചയായിട്ടും നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കേണ്ടുന്ന ഒരു സൂത്രവാക്യമാണ്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, മറന്നു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഒന്നാമത്തത്, കർണത്തെ കുറിച്ച് പറയുമ്പോൾ പാദം സ്ക്വയർ പ്ലസ് എന്നാണ്. ഈ പ്ലസ് എന്നത് ഇവിടെ ഉണ്ട്, ബാക്കി രണ്ടിലും മൈനസ് എന്നാണ്. ഓക്കെ. പിന്നെ പാദവും ലംബവും കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം നോക്കുമ്പോൾ ആദ്യം നമ്മൾ കർണം സ്ക്വയർ എന്നാണ് എഴുതേണ്ടത്. കർണം സ്ക്വയർ, കർണം സ്ക്വയർ. ഓക്കെ. ഈ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് വിസ്തീർണം കാണാൻ വേണ്ടിയിട്ട് ഈ വശത്തിന്റെ നീളം കിട്ടണം, അഥവാ ലംബം എത്രയാണ് എന്ന് കിട്ടണം. ഇവിടെ കൊടുത്തിരിക്കുന്നു കർണത്തിന്റെ നീളം കൊടുത്തിരിക്കുന്നു, അത് 13 ആണ്. ഇവിടെ പാദത്തിന്റെ നീളം കൊടുത്തിരിക്കുന്നു, അത് 5 ആണ്. അപ്പൊ ഈ 2 അളവും വെച്ച്, കർണവും പാദവും വെച്ച് നമുക്ക് ലംബം കണ്ടുപിടിക്കാം. അതിനുള്ള സൂത്രവാക്യം എന്താണ്? റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. കർണം സ്ക്വയർ, കർണം എത്രയാണ്? 13 ആണ്, അതിന്റെ സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എത്രയാണ്? പാദം 5 ആണ്, അതിന്റെ സ്ക്വയർ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 13ന്റെ സ്ക്വയർ എത്രയാണ്? 169 ആണ്, മൈനസ് 5ന്റെ സ്ക്വയർ എത്രയാണ്?
25 യെസ്. ഇത് ചെയ്താൽ എത്ര കിട്ടും? റൂട്ട് ഓഫ് 144 എന്ന് കിട്ടും. അതെത്രയാണ്? 144 സ്ക്വയർ എത്രയാണ്? അല്ല, അതിൻ്റെ റൂട്ട് എത്രയാണ്? 12 എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വശത്തിൻ്റെ നീളം 12 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പരപ്പളവ് അഥവാ വിസ്തീർണം കാണാമല്ലോ. ആ സൂത്രവാക്യം ഏതാണ്? 1/2 BH. ഓക്കെ, അത് നമുക്ക് ഇവിടെ പ്രയോഗിച്ചു നോക്കാം. 1/2 B എത്രയാണ്? ബേസ് അഥവാ പാദം, അത് 5. യെസ്. ഇൻറ്റു H. H എന്ന് പറഞ്ഞാൽ ഈ വശത്തെയാണ്. അത് എത്രയാണ്? 12 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ 2നെയും വെട്ടാം, ഈ 12നെയും വെട്ടാം. 12ൽ എത്ര 2 ഉണ്ട്? 6 2 ഉണ്ട്. യെസ്. ഇനി ഇവിടെ ബാക്കിയുള്ളത് ഈ 5ഉം ഈ 6ഉമാണ്. അതിന് തമ്മിൽ ഗുണിച്ചു നോക്കിയാൽ 5 6 30 എന്ന് കിട്ടും. 30 എന്ന് ഏത് ഓപ്ഷനിലാണുള്ളത്? ബി എന്ന ഓപ്ഷനിലാണുള്ളത്. 30 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പോൾ ഒരു മട്ടത്രികോണത്തിന്റെ വിസ്തീർണം എങ്ങനെ കാണാം എന്ന് നമ്മൾ പഠിച്ചല്ലോ. അതിന് ഏരിയ, പരപ്പളവ് എങ്ങനെ കാണാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതിനിടയിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പൈത്തഗോറസ് നിയമം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സംബന്ധമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാറുണ്ട്. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ കർണം, പാദം, ലംബം ഇവ കണ്ടെത്താൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ. ചില ചോദ്യങ്ങളിൽ ലംബം എത്രയാണ് എന്നിങ്ങനെ നേരിട്ടുള്ള ചോദ്യം ഉണ്ടാവും. വേറെ ചിലതിൽ മറ്റ് പലതുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, നിത്യജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമുക്ക് ഈ ചോദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. 8 മീറ്റർ നീളമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ മുകളിലെത്തുന്ന രീതിയിൽ ഒരു ഏണി ചാരി വച്ചിരിക്കുന്നു. പോസ്റ്റിൻ ചുവട്ടിൽ നിന്നും 6 മീറ്റർ അകലെയാണ് ഏണിയുടെ ചുവടെയെങ്കിൽ ഏണിയുടെ നീളം എത്രയാണ്? അപ്പൊ ഈ ചോദ്യം എങ്ങനെയാ ചെയ്യുക? ആദ്യം ഇതൊന്ന് നമ്മൾ വരച്ചു നോക്കിയാൽ മതി. 8 മീറ്റർ നീളമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ, അപ്പോൾ 8 മീറ്റർ നീളമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റാണ്. 8 മീറ്റർ നീളമാണ് ഈ ഇലക്ട്രിക് പോസ്റ്റിനുള്ളത്. നേരെയാണ്, അല്പം വളഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ നേരെയാണത്. അതിലൊരു ഏണി ചാരി വെച്ചിരിക്കുകയാണ്. 6 മീറ്റർ അകലെയാണ് ഏണിയുടെ ചുവട്. അപ്പോൾ ഏണി ഇങ്ങനെ 6 മീറ്റർ അകലെയാണ് ആ ഏണിയുടെ അടിഭാഗം ഉള്ളത്. ആ ഏണി നമ്മൾ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. ഈ ഏണിയുടെ അടിഭാഗം ഉള്ളത് 6 മീറ്റർ അകലെയാണ്. ഈ പോസ്റ്റിൽ നിന്നും 6 മീറ്റർ അകലെ. എന്താ ചോദ്യം? ഏണിയുടെ നീളം എത്രയാണ്? ഈ ചാരി വെച്ചിരിക്കുന്ന ഏണിയുടെ നീളം എത്രയാണ്? അതാണ് ചോദ്യം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ പാദത്തിന്റെ അളവ് കൊടുത്തിരിക്കുന്നു, അതാണ് 6. ലംബത്തിന്റെ അളവ് കൊടുത്തിരിക്കുന്നു, അതാണ് 8. കർണം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കർണം കണ്ടുപിടിക്കാനുള്ള പൈത്തഗോറസ് നിയമം എന്താണ്? അതാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ ആദ്യം അത് വരച്ചു നോക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് ലംബം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? ഇതാണ് ലംബം. ലംബം എത്രയാണ്? 8 ആണ്. 8ന്റെ സ്ക്വയർ എത്രയാണ്? 8 8 64 പ്ലസ് 6ന്റെ സ്ക്വയർ, പാദം സ്ക്വയർ ആണല്ലോ. അപ്പൊ 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. അപ്പൊ ഇത് ചെയ്താൽ എത്ര കിട്ടും? റൂട്ട് ഓഫ് 64 36 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 100. 100ന്റെ സ്ക്വയർ എത്രയാണ്? 10. 10 × 10 ആണല്ലോ 100. അപ്പോൾ 100ന്റെ റൂട്ട് 10 ആണ്. യെസ്. അപ്പൊ 10 എന്നാണ് ഉത്തരം കിട്ടുക. 10 ഏത് ഓപ്ഷനിലാണുള്ളത്? ബി എന്ന ഓപ്ഷനിലാണുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. 32 മീറ്റർ ഉയരമുള്ള ഒരു തെങ്ങ് 12 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിഞ്ഞ് അതിന്റെ മുകളറ്റം നിലത്ത് കുത്തിയിരിക്കുന്നു. എങ്കിൽ നിലത്ത് കുത്തിയ അറ്റം തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ്? ഇതെങ്ങനെയാ ചെയ്യുക? ഇതിന് നമ്മൾ ഒരു ചിത്രം വരച്ചു നോക്കുക. 32 മീറ്റർ നീളമുള്ള ഒരു തെങ്ങ്. അപ്പൊ 32 മീറ്റർ നീളമുള്ള ഒരു നേരെയുള്ള തെങ്ങാട്ടോ. ഇത് വളഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ വരച്ചപ്പോൾ ലേശം വളഞ്ഞു പോയിട്ടുണ്ടാവും, അത് കാര്യമാക്കണ്ട. നേരെയുള്ള ഒരു തെങ്ങാണ്.
യെസ്, ഇത് ഈ വിടവില്ല, ഇങ്ങനെ നേരെ നിൽക്കുന്ന തെങ്ങാണ്. 32 മീറ്റർ ആണ് അതിൻ്റെ നീളം. 32 മീറ്റർ. അത് ഒടിഞ്ഞു. 12 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിഞ്ഞു. 12 മീറ്റർ ഉയരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു ഉയരം സങ്കല്പിക്കുക. 12 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിഞ്ഞിട്ട് അതിൻ്റെ മുകളറ്റം നിലത്ത് കുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഒടിഞ്ഞ് അതിങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ കുത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ മുകളിലെ ഭാഗം പോയിരിക്കുകയാണ്. ഇനി ചോദ്യം എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പൊട്ടിക്കിടക്കുന്ന ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ആ ഭാഗത്തിന് എത്ര നീളം ഉണ്ടാകും? അതിന് 20 മീറ്റർ നീളം ഉണ്ടാവും. കാരണം നേരത്തെ 32 മീറ്റർ ആണല്ലോ. 12 മീറ്റർ വെച്ച് പൊട്ടി, പിന്നെ 20, 12 20 32. യെസ്, ചോദ്യം എന്താ? എങ്കിൽ നിലത്ത് കുത്തിയ അറ്റം തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ്? നിലത്ത് കുത്തിയ അറ്റം എന്ന് പറഞ്ഞാൽ ഇത് തെങ്ങിന്റെ ചുവട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര അകലെയാണ്, അഥവാ ഈ ദൂരമാണ് ചോദിക്കുന്നത്. ഇതിപ്പോ ഒരു ത്രികോണം പോലെ ആയില്ലേ? ആയി. അപ്പൊ ഇവിടെ ലംബം കൊടുത്തിരിക്കുന്നു 12 ആണ്. കർണം കൊടുത്തിരിക്കുന്നു അത് 20 ആണ്. പാദം ഇല്ല, പാദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതൊരു മട്ട ത്രികോണമാണ്, അഥവാ നേരെയുള്ള ഒരു തെങ്ങാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോണ് 90 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ഇതൊരു മട്ട ത്രികോണമാണ്. മട്ട ത്രികോണത്തിന്റെ പാദമാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ കണ്ടുപിടിക്കുക? പാദം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. കർണം 20 ആണ്, 20ന്റെ സ്ക്വയർ മൈനസ് 12 അതാണ് ലംബം സ്ക്വയർ. യെസ്, അപ്പൊ ഇത് ചെയ്താൽ എത്ര കിട്ടും? റൂട്ട് ഓഫ് 20ന്റെ സ്ക്വയർ എത്രയാണ്? 400 ആണ്. 400 മൈനസ് 12ന്റെ സ്ക്വയർ എത്രയാണ്? 144 ആണ്. ഇത് ചെയ്താൽ എത്ര കിട്ടും? റൂട്ട് ഓഫ് 400 144 കുറച്ചാൽ 256 എന്ന് കിട്ടും. അതെത്രയാണ്? 256ന്റെ റൂട്ട് എത്രയാണ്? അത് 16 ആണ്. 16 എന്ന് അപ്പോൾ ഉത്തരം കിട്ടും. 16 എന്ന് ഏത് ഓപ്ഷനിലാണുള്ളത്? ബി എന്ന ഓപ്ഷനിൽ കാണാം. 16 മീറ്റർ. അപ്പൊ ഈ പാദത്തിന്റെ നീളം 16 മീറ്റർ ആണ്. അഥവാ തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും നിലത്ത് കുത്തിയ അറ്റം 16 മീറ്റർ അകലത്തിലാണ് ഉള്ളത്. ഇനി അവസാനമായിട്ട് നമുക്കൊരു ചോദ്യം കൂടി ചെയ്യാം. 9 മീറ്റർ 25 മീറ്റർ വീതം ഉയരമുള്ള 2 കെട്ടിടങ്ങൾ തമ്മിൽ 30 മീറ്റർ അകലമുണ്ട്. അവയുടെ മുകളറ്റം തമ്മിലുള്ള അകലം എന്താണ്? 9 മീറ്റർ 25 മീറ്റർ വീതം ഉയരമുള്ള 2 കെട്ടിടങ്ങൾ തമ്മിൽ 30 മീറ്റർ അകലമുണ്ട്. അവയുടെ മുകളറ്റം തമ്മിലുള്ള അകലം എന്ത്? ഇതെങ്ങനെ കണ്ടുപിടിക്കും? ചിത്രം വരച്ചു നോക്കാം. അപ്പോൾ 9 മീറ്റർ നീളമുള്ള ഒരു കെട്ടിടം, ഉയരമുള്ള കെട്ടിടം. മറ്റൊരു കെട്ടിടം 25 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം, 25 മീറ്റർ ഉയരമുള്ള കെട്ടിടം. ഇത് 9 ആണ്, ഇത് 25 ആണ്. യെസ്, ഇനി 30 മീറ്റർ അകലാണ് അവ തമ്മിലുള്ളത്. 30 മീറ്റർ അകലം രണ്ടും തമ്മിൽ. അപ്പോൾ ഇത് 30 മീറ്റർ ആണ്. ചോദ്യം എന്താണ്? അവയുടെ മുകളറ്റം തമ്മിലുള്ള അകലം എന്ത്? അഥവാ ഇത് ചെറിയ കെട്ടിടത്തിന്റെ മുകളറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, വലിയ കെട്ടിടത്തിന്റെ മുകളറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ഈ അകലം നേരെയാണ്. ഞാൻ വരച്ചപ്പോൾ അല്പം വളഞ്ഞു പോയിന്നേ ഉള്ളൂ. ഈ അകലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യെസ്, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു ത്രികോണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഉണ്ടല്ലോ. ഇവിടെ നമുക്കൊരു ത്രികോണം കാണാൻ സാധിക്കും. അതായത് ഇങ്ങനെ ഇതാണ് പാദം, ഇതാണ് അതിൻ്റെ കർണം, പിന്നെ താഴോട്ടാണ് അതിൻ്റെ ലംബം അല്ലേ? യെസ്, ഇതാണ് ഇവിടെ ത്രികോണം. ഈ ത്രികോണത്തിന്റെ ഈ ഭാഗം അഥവാ ഈ കർണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? യെസ്, ഇവിടെ പാദം 30 ആണ് എന്ന് നമ്മൾ കണ്ടല്ലോ. ഇതാണ് 30, ഇതാണ് പാദം. ലംബം എത്രയായിരിക്കും? 25 ആണോ? അല്ല, ഈ 9
മീറ്ററിന് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പൊ 25 നീ 9 കുറക്കണം. അപ്പൊ എത്ര കിട്ടും? 16. അപ്പൊ ഇവിടുന്ന് മുകളിലേക്ക് 16 മീറ്റർ ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് പാദവും കിട്ടി, ലംബവും കിട്ടി. ഇനി കർണമാണ് കിട്ടേണ്ടത്. കർണം കണ്ടുപിടിക്കാൻ ഇത് നേരെയുള്ള 2 കെട്ടിടങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി കോണായിരിക്കും. അതുകൊണ്ട് ഇതൊരു മട്ട ത്രികോണമാണ്. മട്ട ത്രികോണത്തിന്റെ കർണം കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം എങ്ങനെയാണ്? റൂട്ട് ഓഫ് ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. അപ്പോ ലംബം എത്രയാണ്? 16 ആണ്. 16 സ്ക്വയർ പ്ലസ് പാദം എത്രയാണ്? 30 സ്ക്വയർ. യെസ്, ഇത് ചെയ്താൽ എത്ര കിട്ടും? 16ന്റെ സ്ക്വയർ എത്രയാണ്? 256. 30ന്റെ സ്ക്വയർ എത്രയാണ്? 900. അപ്പൊ ഇത് ചെയ്താൽ എത്ര കിട്ടും? പരസ്പരം കൂട്ടിയാൽ 1156 എന്ന് കിട്ടും. അപ്പൊ 1156ന്റെ റൂട്ട് എത്രയാണ്? 34. 34 × 34 ആണ് 1156. അപ്പൊ 34 എന്നുള്ള ഓപ്ഷൻ എവിടെയാണ്? ഡിയിലാണുള്ളത്. 34 മീറ്റർ. അപ്പൊ ഈ കർണം 34 മീറ്റർ ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവും പാദവും കർണവും കാണാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതിങ്ങനെ ഓരോ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടും ആ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ത്രികോണം സംബന്ധിച്ചിട്ടുള്ള നമ്മളെ ക്ലാസ്സുകൾ അവസാനിച്ചിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതേ വിഷയവുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സലാം.